ലേവ്യ പുസ്തകം 21 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടത് എന്തെന്നാൽ, പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവന്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത്. എന്നാൽ തൻ്റെ അമ്മ, അപ്പൻ, മകൻ, മകൾ, സഹോദരൻ, തനിക്കടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനനാകാം. അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കിയാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത്. അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്രിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത്. തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം. വേശ്യയെയോ ദുർനടപ്പുകാരത്തെയോ അവർ വിവാഹം കഴിക്കരുത്. ഭർത്താവ് ഉപേക്ഷിച്ചു കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത്. അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകിയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധൻ ആകുന്നു. പുരോഹിതന്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധമാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിൽ ഇട്ട് ചുട്ടുകളയണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നു. ഞാൻ യഹോവ ആകുന്നു. കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത്. ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. പുരോഹിതനായ അഹ്റോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തിനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ. അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത്. തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശ്ശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിങ്കൽ അടുത്തു വരികയും അരുത്. അവൻ അംഗഹീനനല്ലോ. അവൻ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. മോശ ഇത് അഹ്റോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. ലേവ്യ പുസ്തകം 22 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹ്റോനും അവൻ്റെ പുത്രന്മാരും സൂക്ഷിച്ച് നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം. ഞാൻ യഹോവ ആകുന്നു. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം. ഞാൻ യഹോവ ആകുന്നു. അഹ്റോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനമുണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെങ്കിലും വല്ല അശുദ്ധിയുമുണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെയെങ്കിലും തൊടുന്നവനും ഇങ്ങനെ
തൊട്ടു തീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും. പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം. അതവൻ്റെ ആഹാരമല്ലോ. താനേ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനെയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവ ആകുന്നു. ആകയാൽ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ അടുക്കൽ വന്ന് പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ ഒരുത്തിനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം. ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം. പുരോഹിതൻ്റെ മകൾ അന്യകുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാട് ഒന്നും ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പൻ്റെ ആഹാരം ഭക്ഷിക്കാം. എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം 1/5 കൂട്ടി പുരോഹിതന് കൊടുക്കണം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത്. അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിൻ്റെ കുറ്റം വരുത്തരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിൽ ഉള്ള പരദേശികളോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധാദാനങ്ങളാകട്ടെ ഇവയിലേതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരാണായിരിക്കണം. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിന് സമാധാന യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം. അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ട് അർപ്പിക്കാം. എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകിയില്ല. വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത്. അന്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകും തക്കവണ്ണം അർപ്പിക്കണം. അന്ന് തന്നെ അതിനെ തിന്നേണം. രാവിലെ വരെ അതിൻ്റെ ഒട്ടും ശേഷിപ്പിക്കരുത്. ഞാൻ യഹോവ ആകുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ യഹോവ ആകുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടേണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവ ആകുന്നു. സങ്കീർത്തനങ്ങൾ 81. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. തപ്പും ഇമ്പവുമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമവാസിയിലും കാഹളം ഊതുവിൻ.
ഇത് ഇസ്രയേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു. മിസ്രയീം ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിനൊരു സാക്ഷിയായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം മരുളി. മെരീബ വെള്ളത്തിങ്കിൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എൻ്റെ ജനമേ, കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രയേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇസ്രയേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രയേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവനെ കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞൊത്തു. അവൻ വാക്കുകൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോന്നു. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്നവൻ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവേ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവിൻ എന്നവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവേൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്നവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ?
ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവരോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകിയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുമുണ്ടായില്ല എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണവും, ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നെഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരയണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഇവിടെ 2 വാൾ ഉണ്ട് എന്നവർ പറഞ്ഞതിന് മതി എന്നവൻ അവരോട് പറഞ്ഞു.